മറ്റുള്ള പല ഏരിയകളിലേക്കും പോകുന്ന ഒരു റൗണ്ട് അപ്പോട്ടാണ്. ഈ കോളേജിലൊക്കെ പോകുന്ന തരുണിമണികൾ തന്നെ പറയണം. വടകരക്കാരൊക്കെ തരുണിമണികളാണ്, നല്ല സുന്ദരികളാണ്. ആ സമയത്ത് ഈ ചാക്കിന്ന് ഈ വേസ്റ്റ് എണ്ണ ഇങ്ങനെ ഇത് തലേന്ന് ഇറക്കി വെക്കാനും പറ്റില്ല, ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ കണ്ണ് എരിച്ചിലെടുക്കുകയും ചെയ്യും. അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാരും എൻ്റെ കൂടെ പഠിച്ച് വേറെ മേഖലയിലെത്തിയ ചില ആൾക്കാരൊക്കെ ബസ്സിലുണ്ടാവും. ആ സമയത്ത് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്കൊരു കുറവുണ്ടാവില്ല, അധ്വാനിക്കാൻ ഒരു കുറവില്ല. ആ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരെ പോലെയൊക്കെ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ വേറെ പൊസിഷനിലൊക്കെ എത്തിപ്പോയി. പിന്നെ അത് കൂടാതെ എയർപോർട്ടിലൊക്കെ നമ്മൾ വിദേശ നാടുകളിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മറുപടി കൊടുക്കാൻ പറ്റാത്ത ഒരു ചില സിറ്റുവേഷനിലൊക്കെ വല്ലാത്ത മാനസികമായ പ്രയാസമുണ്ടാവും. പിന്നെ എൻ്റെ ഈ സിനിമ വിശേഷത്തിൻ്റെ കാര്യം, ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി എന്ന് പറഞ്ഞല്ലോ. ആ സമയങ്ങളിലൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമുണ്ട്. നമ്മുടെ ഇന്നത്തെ രഞ്ജിത്ത് സാറുണ്ടല്ലോ, അദ്ദേഹത്തെ ഞാൻ അന്ന് അസുരവംശം എന്നൊരു പടത്തിൻ്റെ സെറ്റിൽ വെച്ചും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൂർ എന്ന പടത്തിൻ്റെ സെറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്. എവിടെ ഇരുന്നാലും ഞാൻ ബസ് സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ഈ ചൂളം വിളിക്കും ഇങ്ങനെ ഓരോ പാട്ട്. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. അപ്പോൾ രഞ്ജിത്ത് സാറിനെ ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ അന്ന് രഞ്ജിത്ത് സാറ് ഗുരുവായൂരപ്പൻ കോളേജാണോ ഏതോ കോളേജ് എനിക്ക് ഓർമ്മയില്ല, ഈ ബസ് സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന കടയിൽ നിന്ന് പിന്നെ രാത്രി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് രാവിലെ മാസികളിൽ കാണുന്ന ലൊക്കേഷൻ റിപ്പോർട്ട് നോക്കി പോക്കാം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്.